ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏതൻ ടി വിയുടെ ഈ ശാബ സ്കൂൾ വേദപഠന ക്ലാസ്സിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്ന പാഠങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലെ വേദപുസ്തകത്തിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മർമ്മങ്ങൾ ഉണ്ട്. വേദപുസ്തകം പ്രവചനത്തിലൂടെ നൽകുന്ന ഒരുപാട് സൂചനകളുണ്ട്. ഈ സൂചനകൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രവചനത്തിലെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? അതിനെക്കുറിച്ചുള്ള ഒരു വിശദ പഠനമാണ് ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ വളരെ വിശദമായി തന്നെ വേദപുസ്തക പഠനം കാര്യക്ഷമമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, കാലത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സത്യം സത്യമായി പഠിക്കുക, സത്യത്തിനുള്ളിലെ സത്യത്തിനെ തിരിച്ചറിയുക, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗാഢമായ അറിവുകളിലെ പ്രവചനങ്ങളിലെ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുതകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? വേദപുസ്തകം എങ്ങനെ പഠിക്കാം? ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ എങ്ങനെ ഗ്രഹിക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകവ്യാപകമായ ക്രൈസ്തവ സഭ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വെറുതെ വായിച്ച് പോവുക, അല്ലെങ്കിൽ കഥ പോലെ, കടങ്കഥ പോലെ ഒക്കെ കേട്ട് മനസ്സിലാക്കി പോവുക എന്നതിനപ്പുറത്ത് അന്ത്യകാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സത്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ നയിക്കേണ്ടുന്ന ഒരുപാട് സത്യങ്ങൾ. അത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളല്ല. വേദപുസ്തകം ആരംഭിക്കുന്ന ആദ്യത്തെ വാക്യം മുതൽ വേദപുസ്തകം അവസാനിക്കുന്ന അവസാനത്തെ വാക്യം വരെയുള്ള ഓരോ പ്രസ്താവനകളിലും ഓരോ വാക്യങ്ങളിലും അതിൻ്റെ സൂക്ഷ്മത ഒളിച്ചിരിപ്പുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായി ഗ്രഹിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായി 2 വ്യത്യസ്ത പാഠങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3-ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വിവാഹത്തിൽ നിന്നുള്ള സാദൃശ്യങ്ങൾ എന്ന പാഠമാണ്. മനഃപ്പാഠവാക്യമായി നമുക്ക് പഠിക്കാനുള്ളത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. നോക്കൂ, മനോഹരമായ ഒരു വാക്യമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാട് ആരാണ് എന്നും കല്യാണ സദ്യ എന്താണ് എന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വേണ്ടി കാൽവലി യാഗമായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമായ വലിയ വിലയേറിയ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരും കർത്താവിൻ്റെ വീണ്ടും വരവിൽ അവനോടൊപ്പം സ്വർഗീയ സേനയുടെ ഭാഗമായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ വീണ്ടും വരവിൻ്റെ ദിവസത്തിൽ നാം ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാരായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് വചനം നമ്മോട് ചോദിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ വിശ്വാസ ജീവിതം അത് അവരുടെ ചോയ്സാണ്, അല്ലേ? അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് ആണ്. ആ തിരഞ്ഞെടുപ്പ് എത്ര കൃത്യമായി നമ്മൾ നടത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ വീഴ്ച സംഭവിക്കുമ്പോഴാണ്. വേദപുസ്തകം ഒരുപാട് മനോഹര കഥകൾ കൊണ്ട് ചരിത്രഭാഗത്തെ അത്രത്തോളം ഭംഗിയാക്കി അവതരിപ്പിച്ച് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവായ യേശു, നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ പഠിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു. സ്നേഹമില്ല എങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് അവൻ്റെ സ്വഭാവത്തെ ആധാരമാക്കി നമ്മൾ പഠിച്ചു. ക്രിസ്തു യേശുവിലുള്ള സ്വഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കണം എന്നതിനെപ്പറ്റി പഠിച്ചു.
അവനുമായി നാം ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചു. വാസ്തവത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഉടമ്പടിയാണ്. അത്തരത്തിലുള്ള ഉടമ്പടികളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, ഈ ആഴ്ചയിൽ പഠിക്കാനുള്ളത്. വിവാഹത്തിൽ നിന്നുള്ള സാദൃശ്യങ്ങൾ. ക്രിസ്തു എന്ന കുഞ്ഞാടിന്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന രാജകുമാരന് നമ്മളെ ഓരോരുത്തരെയും മണവാട്ടിയായി നിശ്ചയിച്ചിരിക്കുന്നു, മണവാട്ടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നാം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ആ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരായി, ശുഭ്രവസ്ത്രധാരികളായി അതിലേക്ക് പങ്കെടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മിലുണ്ടോ? ഇങ്ങനെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് സ്വയമേവ ഉത്തരം കണ്ടെത്തേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ഈ പാഠം പഠിക്കുന്നത്. ദൈവവചനം വിവാഹത്തെക്കുറിച്ച് പറയുന്ന നല്ലതും തീയതുമായ വ്യത്യസ്തമായ ധാരകളെ, വ്യത്യസ്തമായ വഴികളെക്കുറിച്ച് നമ്മൾ ഈ ആഴ്ചയിലെ പാഠത്തിൽ പഠിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ പാഠപഠനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ ഒരു ദേഹം എന്നാണ്. വിവാഹത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ ഒരു മെത്തഡോളജി കീപ്പ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ഉടമ്പടിയാണ്. ഭൗതികമായി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉടമ്പടി എന്ന പോലെ തന്നെ ആ വിവാഹം എന്ന ആ ഒരു പ്രക്രിയയ്ക്ക്, ആ ഒരു വലിയ ചടങ്ങിന്, അത് കേവലമായ ഒരു ചടങ്ങ് എന്നതിനപ്പുറം ആ ഒരു ഉടമ്പടിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള വലിയ സ്ഥാനം, ഒരാണിനായിരുന്നാലും ഒരു പെണ്ണിനായിരുന്നാലും അവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള അവരുടെ കുടുംബ ജീവിതത്തിൽ ആ ഒരു ഉടമ്പടിക്കുള്ള ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രയോ വലുതാണ്. വിശുദ്ധ വേദപുസ്തകം അതിനെപ്പറ്റി നമ്മോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. നമ്മളെല്ലാവരും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണല്ലോ, അല്ലേ? ആ വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വിവാഹം ചെയ്തു കൊടുക്കുന്ന പുരോഹിതൻ അന്നേരം പറയും, അവർ ഇരുവരും, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ പറയുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഭൗതികതയേക്കാൾ ഉപരി അതിനകത്തൊരു ആത്മീയ ദർശനം യഹോവയായ ദൈവം മനുഷ്യന് സംവേദനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, അല്ലേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിലേക്ക് സർവ്വചരാചരങ്ങളെയും അവൻ ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് കൽപ്പിച്ച് ഉണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട് ആ നന്നല്ലാതിരിക്കുന്ന അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അവൻ്റെ ആ ഒരു ഏകമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനൊരു കൂട്ട് വേണം എന്ന് ദൈവം കണ്ടെത്തിയപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയിൽ നിന്നൊന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം അവളെ അങ്ങനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഈ ഭാഗത്തിൽ ഒരുപാട് ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മകത ഇവിടെ വരുന്നുണ്ട്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അവിടെ മനുഷ്യനല്ലാതെ മറ്റൊരു സഹജീവി അവിടെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. മനുഷ്യന് അന്നേരം അപ്പനായിരിക്കുന്നത് ദൈവമാണ്, അമ്മയായിരിക്കുന്നത് ദൈവവുമാണ്. അങ്ങനെ അപ്പനും അമ്മയുമായി ദൈവം മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പുരുഷത്വത്തിനെയും സ്ത്രീത്വത്തിനെയും വേർപെടുത്തി സ്ത്രീയെ ഒരു നാരിയാക്കി സൃഷ്ടിച്ച് ദൈവം സ്ത്രീയെ മനുഷ്യൻ്റെ അരികിൽ കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് ദൈവം പറയുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും എന്നുള്ളത്.
ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഒരു ആത്മീയ വ്യവഹാരം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ഒരു ഉടമ്പടിയായി ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് ചേരുന്നത് പോലെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടാണ്, അല്ലെങ്കിൽ യഹോവയായ ദൈവവുമായിട്ടാണ്. അവർ രണ്ടുപേരും അപൂർണമായ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ ഒരു ദേഹിയായി വീണ്ടും ഒന്നിച്ചു ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വേദപുസ്തകം പറയുന്നത് പുരുഷന് അവളെ ഇണയായും തുണയായും ദൈവം നൽകി എന്നാണ്. നമ്മൾ വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പ്രതിജ്ഞ ചെയ്യാറുണ്ടല്ലോ, എന്താണ്, സുഖത്തിലും ദുഃഖത്തിലും സകലവിധമായ വേദനകളിലും പ്രയാസങ്ങളിലും രോഗം വന്നാലും മറ്റെന്ത് പ്രതിസന്ധി ജീവിതത്തിലുണ്ടായിരുന്നാലും ശരി തന്നെ മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ അവരിരുവരും ഒരു ദേഹമായി, ഞങ്ങളിരുവരും ഒരു ദേഹമായി തന്നെ ജീവിക്കും എന്നുള്ള ഒരു ഉടമ്പടി, അത് പുരുഷൻ ജീവിത പങ്കാളിയോട് കൊടുക്കുന്നത് പോലെ തന്നെ അവൾ പുരുഷനോട് കൊടുക്കുന്നത് പോലെ തന്നെ ആ ഉടമ്പടി നമ്മൾ ദൈവത്തോടും കൂടെ വെക്കണം എന്നുള്ളതാണ്. കാരണം ദൈവമാണ് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാക്കി തന്നത്. അവരിരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് ചേരുന്നത് ദൈവവുമായിട്ടാണ്. ദൈവത്തോട് ആത്മീയമായും ഭൗതികമായും മനുഷ്യൻ ചേരുന്ന ഒരു പ്രക്രിയ. മനുഷ്യന് ദൈവത്തോടാണ് അന്നേരം ഉടമ്പടി ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മുടെ ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്, ഇവിടെ ഇതാ വിവാഹത്തിനുള്ള 3 തത്വങ്ങൾ പറയുന്നു. ഒന്നാമതായി, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എത്ര അർഹിക്കാത്തവരാണെങ്കിലും ക്ഷമിക്കുക. നോക്കൂ, നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിരുന്നാലും യഹോവയായ ദൈവം നമ്മോട് ക്ഷമിക്കുന്നുണ്ട്. നമ്മൾ ആ ക്ഷമ അർഹിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മോട് നാം എത്ര അനർഹനാണെങ്കിലും ക്ഷമിച്ചതുപോലെ. രണ്ടാമതായി, നിങ്ങളുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുക. സകല തെറ്റുകളും പ്രയാസങ്ങളും കുറ്റങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ദൈവം നമ്മുടെ സകല തെറ്റുകളെയും പോക്കി നമ്മെ അംഗീകരിച്ചതുപോലെ നാം നമ്മുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുക. അത് ഒരു ഒരു ദൈവത്തോടുള്ള നമ്മുടെ ഒരു ഉടമ്പടി, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയായി നാം വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ മർമ്മത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പലപ്പോഴും മനുഷ്യരുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ പരസ്പരമുള്ള ക്ഷമ, ആ ഒരു പാരസ്പര്യം, പരസ്പരമുള്ള സഹനം ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരിൽ ആശ്രയിക്കുന്നില്ല? ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർമ്മിക്കുന്നില്ല, ദൈവത്തെ പരിഗണിക്കുന്നില്ല. നോക്കൂ, ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഉടയവനായ ദൈവത്തോട് നാം പറയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവവുമായുള്ള ആ ഉടമ്പടിയുടെ, അല്ലെങ്കിൽ ദൈവവുമായുള്ള ആ ഒരു കരാറിൻ്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് ദൈവവുമായുള്ള നമ്മുടെ കുടുംബജീവിതം എന്ന് പറയാം. മനുഷ്യന് ഭൗതികമായി ആണും പെണ്ണും അവരൊരു കുടുംബമായി മാറി രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരു ജീവിതം ഉണ്ടാക്കി എങ്കിൽ തന്നെയും അതുപോലെ നാം ദൈവത്തോട് നാം കാണിക്കുന്ന ബഹുമാനവും ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ആദരവും ദൈവത്തോടുള്ള നമ്മുടെ ആരാധനയും നമ്മുടെ തെറ്റുകളെ ദൈവം എത്രത്തോളം ക്ഷമിക്കുന്നു, നമ്മുടെ തെറ്റുകളെ എത്രത്തോളം നമ്മോട് പൊറുക്കുന്നു എന്ന ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു കുടുംബജീവിതം ഒരു ദേഹം പോലെ വളരെ സൗമ്യമായി സ്നേഹത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അവനവൻ്റെ ദേഹമാണ് കൂടെയുള്ളത് എന്ന തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് മനുഷ്യനിൽ നിന്ന് തന്നെ പുരുഷത്വത്തിനെ സ്ത്രീത്വത്തിനെ ദൈവം വേർതിരിച്ചത്. നമ്മളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാമായിരുന്നു? പുരുഷനെ അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു പുതിയ ദേഹത്തിനെ, ഒരു ശരീരത്തിനെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റി ഒരു സ്ത്രീയെ ഉണ്ടാക്കുക എന്നുള്ളത് ദൈവത്തിന് അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല. നാം മനസ്സിലാക്കൂ, എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. അവനിൽ നിന്ന് അവളെ വേർതിരിച്ച് അവൾക്ക് നൽകി, അവന് തന്നെ അവളെ നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരിരുവരും ഒരു ദേഹമായി തീരുമ്പോൾ അവരിലേക്ക് ആര് കടന്നു വരും എന്നാണ്? അവരിലേക്ക് ദൈവികത കടന്നു വരും എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ശ്വാസമാണ് അവരുടെ ആ ഒന്നിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉള്ളത്. അതാണ് വേദപുസ്തകം പറയുന്ന
വളരെ മനോഹരമായ ഒരു രൂപകം എന്ന് പറയുന്നത്. ഇതൊരു അലങ്കാര പ്രയോഗമാണ്. ദൈവം നടത്തിയിട്ടുള്ള ഒരു വേദപുസ്തകത്തിൽ ചരിത്രകാരന്മാർ പറയുന്ന ഒരു അലങ്കാര പ്രയോഗം. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യത്തിനെ കൂടി നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു മർമ്മമാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത്. പുരുഷനെ അപ്പോൾ മനുഷ്യൻ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. പുരുഷൻ സ്ത്രീയെ തിരിച്ചറിയുകയാണ്, തൻ്റെ ഇണയെ തിരിച്ചറിയുകയാണ്, തൻ്റെ ശരീരത്തിനെ തിരിച്ചറിയുകയാണ്. ഇവളെ നരൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയിരുന്നില്ല താനും എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അതായത് അവരുടെ ഇടയിലേക്ക് പാപം എന്ന ഒരു ചിന്ത അവരുടെ ശരീരത്തിലോ മനസ്സിലോ ഇല്ലായിരുന്നതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ ഇത്തരത്തിലുള്ള മർമ്മങ്ങളിലൂടെ ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യത്തെ കൂടി അവൻ നമുക്ക് മനസ്സിലാക്കിച്ചു തരികയാണ് ഈ ഭാഗത്തിൽ ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുക. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് സുന്ദരിയായ മണവാട്ടി എന്നാണ്. എഹെസ്കേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം ആണ് നമുക്ക് അവിടെ പഠിക്കുവാനുള്ളത്. 16:4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. അവനിൽ നിന്ന് തന്നെ അവനുള്ളതിനെ അവൻ വേർതിരിച്ചു. അവനെ കൊണ്ട് തന്നെ അവരിരുവരെയും ഒരു ദേഹമാക്കി മാറ്റി. അവർക്ക് വേണ്ടി ഒരു പറുദീസ ദൈവം സൃഷ്ടിച്ചു. ആ പറുദീസയിലാണ് ആദാമും ഹവ്വയും ആയിരുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്രത്തോളം കൃത്യവും സൂക്ഷ്മവുമാണ് എന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു സുന്ദരിയായ മണവാട്ടിയെ ദൈവം എങ്ങനെയാണ് ഒരുക്കിയെടുക്കുന്നത് എന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം നമ്മോട് പറയുന്നു. അവിടെ ലേഖകൻ പറയുന്ന ഇങ്ങനെയാണ്: യെഹെസ്കേൽ 16 നമുക്കായി ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കരുതലിനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന ഒരു ചിത്രം കാഴ്ചവെക്കുന്നു. ഇസ്രായേൽ ജനതയെ വർണ്ണിച്ചിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വയലിൽ മരിക്കുവാനിട്ടിരിക്കുന്ന കുഞ്ഞിനെ പോലെയാണ്. അവനവളെ വീട്ടിൽ കൊണ്ടുപോകുന്നു, വൃത്തിയാക്കുന്നു, പൂർണ്ണയായി വളർന്നു കഴിയുമ്പോൾ അവളെ വിവാഹം കഴിക്കുന്നു. അത് അസാധ്യമായ ഒരു വിവാഹത്തിൻ്റെ പ്രബല ചിത്രമാണ്. തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് വേദപുസ്തകം വായിച്ചു നോക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ, നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയുമില്ല, നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിലൊന്നെങ്കിലും ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവ് തോന്നിയില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തോട് കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. ഇത്രയും പറയുമ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം എങ്ങനെ കരുതുന്നു എന്ന് നമ്മൾ, അവൾ കിടക്കുന്നത് രക്തത്തിലാണ്, പാപത്തിൻ്റെ രക്തത്തിൽ, സകലരാലും വെറുക്കപ്പെട്ട്, സകലരാലും ഉപേക്ഷിക്കപ്പെട്ട്, ആരാലും കനിവ് തോന്നാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും നീ ജീവിക്ക, അതേ നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച് വയലിലെ സസ്യം പോലെ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്ന് വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ച് നിനക്ക് ഉന്നത സ്ഥലവും ദീർഘകേശവും ഉണ്ടായി, എങ്കിലും നീ നഗ്നയും അനാവൃതയും ആയിരുന്നു. ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ച് ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ
അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം, ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയാണ് എന്ന് ദൈവം വളരെ മനോഹരമാക്കി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തിനെ ഉപേക്ഷിക്കപ്പെട്ടവരായി പല വഴികളിൽ, വയലുകളിൽ ചിതറപ്പെട്ടവരായി കിടന്നിരുന്നാലും ശരി തന്നെ, രക്തത്തിൽ കുളിക്കപ്പെട്ടവരായി പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്നിരുന്നാലും ശരി തന്നെ, ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമുക്ക് സംരക്ഷണം കിട്ടാൻ. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മൾ പെരുകി വലിയൊരു ജനമായി മാറാൻ. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി മാറാൻ. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വളർച്ചയായിരുന്നു, ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അവഗണിക്കപ്പെട്ട് മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ തള്ളപ്പെട്ടവരായിരുന്നു എങ്കിലും അവളുടെ മേൽ ദൈവത്തിൻ്റെ വസ്ത്രം വിരിച്ച് അവളുടെ നഗ്നത മറച്ച് നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തഹശ് തോൽ കൊണ്ടുള്ള ചെരുപ്പിടിവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ട് പുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു, തലയിൽ ഭംഗിയുള്ള ഒരു കിരീടം വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞ് നിന്റെ ഉടുപ്പ് ശണപടവും പട്ടുവസ്ത്രവും ആയിരുന്നു എന്ന് അവിടെ പറയുന്നു. നോക്കൂ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അവൻ വിശുദ്ധ വസ്ത്രാലങ്കാരം കൊണ്ട് അവളെ അണിയിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരം കൊണ്ട് അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ വെള്ളത്തിൽ കഴുകി കുളിപ്പിച്ച് നിന്റെ രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി. നമുക്ക് വേദപുസ്തകത്തിൽ എണ്ണ പൂശൽ എന്ന പ്രക്രിയയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മൾ സങ്കീർത്തനങ്ങൾ 131 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും എത്ര ശുഭവുമാകുന്നു. അത് അഹരോന്റെ താടിയിലേക്ക് നീണ്ടു കിടക്കുന്ന, താടിയിലൂടെ ഒഴുകുന്ന എണ്ണ പോലെ തന്നെ എന്ന് പറയുന്നു. ആ എണ്ണയുടെ പ്രത്യേകത എന്താ? വിശുദ്ധമായ പവിത്രമായ എണ്ണ കൊണ്ട് തലയിൽ പൂശി എന്ത് ചെയ്യുന്നു? ദൈവം അംഗീകരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലിൽ മഗ്ദലനക്കാരത്തിയായ മറിയം കരഞ്ഞ് നിലവിളിച്ച് അവളുടെ കണ്ണീർ കൊണ്ട് അവൻ്റെ കാല് കഴുകി അവളുടെ മുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് തുടച്ചു കഴിഞ്ഞ ശേഷം പരിമള തൈലം പൂശി എന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലെ പാപങ്ങളെ അവൻ കഴുകിക്കളഞ്ഞിട്ട് പരിമള തൈലം പൂശി അവൻ്റെ ജനമാക്കി മാറ്റി. എന്നിട്ട് നിന്നെ ഞാൻ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തഹശ് തോൽ കൊണ്ടുള്ള ചെരുപ്പിടിവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ട് നിന്നെ പുതപ്പിച്ചു, നിന്നെ ആഭരണം അണിയിച്ചു, നിന്നെ സുന്ദരിയാക്കി, നിന്നെ മണവാട്ടിയാക്കി മാറ്റി. അല്ലേ? നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു. നിനക്ക് രാജത്വം സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ നിന്നെ ജാതികളിൽ ഉന്നതനാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ചത് കൊണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ കീർത്തി ലോകമെമ്പാടും പരന്നതുകൊണ്ട് നിനക്ക് കിട്ടിയ അനുഗ്രഹം, നിനക്ക് കിട്ടിയ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്. നമുക്കതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അതിൻ്റെ 14, 15, 16 വാക്യങ്ങളാണ്. നമ്മളത് ഈ എഹെസ്കേലിൻ്റെ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥവും അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാക്കുക. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴി പോകുന്ന ഏവൻ്റെ മേലും നിന്റെ പരസംഗം ചിലവഴിച്ചു. അത് അവനുള്ളതായിരുന്നു. നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് നീ എടുത്ത്
പല നിറത്തിൽ പൂജാഗിരികളെ തീർത്തലങ്കരിച്ച് അവയുടെ മേൽ പരസംഗം ചെയ്തു. ഈ വക സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയും ഇല്ല. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു. ഇസ്രായേലിൻ്റെ പാപമാണ്. നമുക്ക് അതുവരെയുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞിട്ട് അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി, അവന് വേണ്ടി ജീവിക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിട്ട് അവൻ പിന്നെ എന്ത് ചെയ്തു? പരസംഗം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ വിഗ്രഹാരാധനയ്ക്ക് പോയി. പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി വെച്ച്, അവൾക്ക് കിട്ടിയ ആഭരണങ്ങൾ ഉപയോഗിച്ച് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിച്ചു, പരസംഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇസ്രായേലിൻ്റെ പാപം എന്ന് പറഞ്ഞത് അവർ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് അന്യദേവന്മാരെ സേവിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ്. അവർ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് അന്യദേവന്മാരെ സേവിക്കാൻ വേണ്ടി പോയി. ഇവിടുത്തെ മഹാപാപം എന്താ? ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സഭ. ഞാൻ നിന്നെ അണിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായി എന്നാണ് യെഹെസ്കേലിൻ്റെ പ്രവചനം 16:14 പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മണവാട്ടിയായി ജീവിക്കേണ്ടുന്നവൾ പരസംഗം ചെയ്ത് ദൈവത്തിൻ്റെ നീതിയെ തൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞു. അവൾ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൾ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായില്ല. നോക്കൂ, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം കണിശമായി പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നാമത്തെ കൽപ്പനയാണ്: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലുമെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ അതിനെ ആരാധിക്കുകയോ അതിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയോ അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയോ നീ എന്ത് ചെയ്യരുത്? ചെയ്യരുത്. നോക്കൂ, നമ്മുടെ ആദി പിതാക്കന്മാർക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം എഴുതി കൊടുത്ത അതേ പ്രവചനം, അതേ കൽപ്പന തന്നെ വെളിപാട് പുസ്തകം 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ത്രിവിധ ദൂതിലെ 3 മാലാഖമാരുടെ സന്ദേശത്തിലെ ആദ്യത്തെ ദൂതായി ദൈവം അന്ത്യകാലഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്താണ്? സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരോട് അറിയിപ്പാൻ അവരുടെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. 2 കാലഘട്ടങ്ങളിൽ അല്ലേ, 2 ചരിത്ര കാലഘട്ടങ്ങളിൽ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള 2 പ്രവചനങ്ങളിൽ ഒന്ന്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ വിശുദ്ധ നാടായ കനാനിലേക്കുള്ള അവരുടെ യാത്രക്കിടയിൽ ദൈവം തൻ്റെ കൈകൊണ്ട് അവർക്ക് എഴുതി കൊടുത്ത ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഒന്നാമത്തേത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, പരസംഗം ചെയ്യരുത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നതായ വെളിപാട് പുസ്തകത്തിൽ ദൈവം നമ്മോട് പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട അവന് മഹത്വം കൊടുപ്പിൻ. ഇതിനിടയിൽ, ഈ 2 കാലഘട്ടത്തിനിടയിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ രൂപപരിണാമങ്ങൾക്കും, മനുഷ്യരുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള എല്ലാത്തരം മാറ്റങ്ങൾക്കും, മനുഷ്യൻ്റെ ജീവിത രീതികളിൽ വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആധുനിക കാല മനുഷ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ദൈവത്തെ ആധുനിക കാല മനുഷ്യൻ വേദപുസ്തകത്തിലൂടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ അന്യദേവന്മാരുടെ മുമ്പിൽ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ, കല്ലുകൊണ്ടോ തടി കൊണ്ടോ മണ്ണുകൊണ്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, കണ്ണു തുറക്കാനാവാത്ത, ചെവി കേൾക്കാനാവാത്ത, മിണ്ടാനോ ഉരിയാടാനോ കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അതാണ് ചോദ്യം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടും എന്തിനാണ് ഈ അന്യദേവന്മാരുടെ മുമ്പിൽ നിങ്ങൾ പരസംഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ സൗന്ദര്യം നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. അത് ഒരിക്കലും നമുക്ക് ആപത്തുണ്ടാക്കുന്ന ഒന്നായി മാറരുത്, അല്ലേ?
നമുക്ക് ആപത്തുണ്ടാക്കുന്നതായി മാറരുത്. നാം നമ്മുടെ ചിന്തകളിലൂടെ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അത് മനസ്സിലാക്കാനുള്ള ഒരു ദർശനമാണ് എഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലൂടെ ദൈവം നമുക്കിന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിൻ്റെ മർമ്മം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ പാഠം നമ്മെ സഹായിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹത്തിൽ നിന്നുള്ള സാദൃശ്യങ്ങൾ എന്ന പാഠത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തേക്ക്, ചൊവ്വാഴ്ചത്തെ പാഠത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ വളരെ വിചിത്രമായ ഒരു സംഭവത്തെക്കുറിച്ച് വീണ്ടും യഹോവയായ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നു. നമ്മളെല്ലാവരും വിവാഹം അത്രയും ശുഭവും മനോഹരവും ഒക്കെ ആയിട്ടുള്ളൊരു ഉടമ്പടിയായിട്ട് നാം കാണുമ്പോൾ പലപ്പോഴും അതിൽ പറ്റുന്ന അപാകം എന്ന് പറയുന്നത് പരസംഗമാണ്, ഉടമ്പടി തെറ്റിക്കലാണ്. ആ ഉടമ്പടി തെറ്റിക്കൽ ഉണ്ടാകുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടുള്ള ഉടമ്പടി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഹോശയുടെ പ്രവചനം പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തന്നെ, ഇതുവരെ പലരും അത് വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, എന്നാലും നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവം ഹോശയോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. എന്താണ്? ഹോശയുടെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നോക്കൂ. 2-ാമത്തെ വാക്യം നോക്കൂ. യഹോവ ഹോശയെ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. വളരെ വിചിത്രമായൊരു ആവശ്യമാണ് ദൈവം ഹോശയോട് പറയുന്നത്, അല്ലേ? നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരുവളെ ഭാര്യയായിട്ട് എടുക്കുക, അതിൽ ജനിച്ച മക്കളെയും എടുക്കുക, അതിൽ നിനക്ക് മക്കളെയും ജനിക്കും, അവരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇസ്രായേലിനോട് ചിലത് പറയാനുണ്ട്. ഇസ്രായേലിനോട്, ദൈവത്തിൻ്റെ ജനത്തോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ദൈവം ഹോശയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം. അവൻ അങ്ങനെ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. ഹോശയ ഗോമറിനെ വിവാഹം കഴിക്കുന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രായേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കുക എന്ന് പറഞ്ഞു. ആ പേര് ശ്രദ്ധിക്കണം. ഇസ്രായേൽ എന്നല്ല, ഇസ്രായേൽ. ഇസ്രായേൽ ദൈവം വിളിക്കും. കുറേ കാലം കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ലൊടിച്ച് കളയും എന്ന് അരുളി ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോരുഹാമ എന്ന് വെച്ചാൽ കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ലോരുഹാമ വന്നു കഴിഞ്ഞ ശേഷം അവിടെ യുദ്ധമുണ്ടാകുന്നു. അവരുടെ ജനത്തെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. കാരണം ദൈവം അവരോട് കരുണ കാണിക്കുന്നില്ല. 3-ാമത് വീണ്ടും അവളൊരു മകനെ കൂടെ പ്രസവിച്ചു. അവന് ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് 3 പേരുകൾ, 3 രൂപകങ്ങൾ, 3 ഉപമകളിലൂടെ, 3 പേരുകളുടെ ഉപമകളിലൂടെ ഇസ്രായേലിനോട്, ജനത്തോട് ദൈവത്തിന് സംസാരിക്കേണ്ടത് ദൈവം പറയുകയാണ്. 1-ാമത്തെ പേര് ഇസ്രായേൽ, ദൈവം പറയുകയാണ് ദൈവം വിതയ്ക്കും. 2-ാമത്തെ പേര് ലോരുഹാമ, കരുണ ലഭിക്കാത്തവൾ, ഈ ജനത്തിന് കരുണ ലഭിക്കുകയില്ല. 3-ാമത്തെ പേര് ലോ അമ്മി, എൻ്റെ ജനമല്ല. കാരണം എന്താണ്? അവൻ്റെ ഭാര്യയായി അവൻ പരിഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ആരെയാണ്? പരസംഗം ചെയ്ത ഒരുവളെയാണ്. ഇവിടെ ലേഖകൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹോശയുടെ കഥയിൽ നിന്ന് ക്രിസ്തീയ സഭയ്ക്ക് എന്ത് പഠിക്കാൻ കഴിയും? എന്തെല്ലാം വഴികളിലാണ് സഭ പഴയ നിയമത്തിൻ്റെ പാപങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്? ഇവിടെയും ഉടമ്പടി, ഇസ്രായേൽ ജനത ഉടമ്പടി തെറ്റിച്ചതിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് 1-ാമത്തെ കൽപ്പനയുടെ കഠിനമായ ലംഘനം, ദൈവത്തോടുള്ള ഉടമ്പടിയുടെ ലംഘനം, ദൈവത്തിൻ്റെ വാക്കിനോടുള്ള ദൈവത്തിൻ്റെ ലംഘനം.
ദൈവത്തിൻ്റെ വാക്കിനോടുള്ള മനുഷ്യൻ്റെ ലംഘനത്തിന് ദൈവം കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ ഏദൻ പർദീസയിൽ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടി, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഇന്ന് പഠിച്ച ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അവർ ഇരുവരും ഒരു ദേഹമായി തീർന്നിട്ടും അവർക്ക് അതിലെല്ലാം അവസാനത്തെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം പറഞ്ഞു, അവർ നഗ്നരായിരുന്നു, എന്നിട്ടും അവർക്ക് എന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ? ആ സംഭവത്തിന് മറ്റൊരു വശമുണ്ട്. എന്താണ്? അവർ പാമ്പിനാൽ തെറ്റിക്കപ്പെട്ട് അവർ ആ പഴം തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ഫലം തിന്ന ശേഷം അവർ പാപികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അവർ നഗ്നരാണ് എന്ന് തിരിച്ചറിഞ്ഞതിലൂടെയാണ്. ദൈവം ആദാമിനെ ഹവ്വയെ അന്വേഷിച്ച് വന്നപ്പോൾ, ആദാമേ ആദാമേ നീ എവിടെ? ആദാം ഒളിച്ചിരിക്കുന്നു. ആദാം വിളിച്ചിരുന്നപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താ? ഞാൻ നഗ്നനാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നഗ്നനാണ്. പാപം, ഉടമ്പടിയുടെ ലംഘനം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിൽ നിന്നുള്ള ഫലമാണ് നഗ്നത. നമ്മൾ രണ്ടാമത്തെ പാഠം പഠിച്ചപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടി അവൾ നഗ്നയാണ് എന്ന് കണ്ടിട്ട് അവളുടെ ശരീരത്തിന്മേൽ ദൈവം വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതായത് അവൾ പാപിയായി മാറരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷെ അവളും എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. ഇസ്രായേൽ ജനതയുടെ കാര്യം പറയുമ്പോൾ വാഗ്ദത്ത നാടായ കനാനിലേക്ക് ആ ജനത്തെ നയിപ്പിച്ചു ദൈവം. പക്ഷെ അവർ എന്ത് ചെയ്തു? പാപം ചെയ്തു, പരസംഗം ചെയ്തു. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിച്ചു. ഹോശയുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ദൈവം 3 പേരുകൾ വെളിപ്പെടുത്തി. ആ 3 പേരുകളിലൂടെ ഇസ്രായേൽ എന്നും ലോരുഹാമ എന്നും അതേപോലെ തന്നെ മൂന്നാമത്തെ പേരായിട്ട് ദൈവം വിളിച്ചതായ ലോ അമ്മി എന്ന പേരും ദൈവത്തിൻ്റെ ജനമല്ല, ഇങ്ങനെ പരസംഗം ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ജനമല്ല എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഈ നമ്മുടെ ലേഖകൻ പറയുന്നത്, നമ്മുടെ ഒരു ജീവിത പങ്കാളിയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിനോടുള്ള അവരുടെ അവിശ്വാസത്തിൽ സ്വർഗീയ കോടതിയിൽ ഉണ്ടാകുന്ന നശീകരണത്തിൻ്റെ ചലനം ഗ്രഹിക്കാൻ തുടങ്ങും. ഹോശയുടെ കഥയിലെ ഏറ്റവും ആശ്ചര്യമേറിയ ഭാഗം പ്രവാചകൻ അവരെ വഴിപിഴച്ച ഭാര്യയെ വീണ്ടെടുക്കാൻ പോയ ദൂരമാണ്. ഈ ജനതയെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ആ ഭാഗം, അതിൻ്റെ തുടർന്നുള്ള വാക്യം, ഹോശയുടെ പ്രവചനം ഇങ്ങനെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതുന്നു, അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നും എന്നല്ല ഈശി ഭർത്താവേ എന്നും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവളുടെ വായിൽ നിന്ന് പേരുകളെ, അവളുടെ മുമ്പുണ്ടായിരുന്ന ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവൻ നീക്കിക്കളയും. എന്നിട്ട് അവർക്ക് അന്യദേവന്മാരുണ്ടായിരുന്ന എല്ലാ ഉടമ്പടികളെയും നീക്കിക്കളഞ്ഞിട്ട് ദൈവം അവരെ തൻ്റെ ജനമായി തിരഞ്ഞെടുക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, നിൻ്റെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രുഹാമ എന്നും കരുണ ലഭിച്ചവളെന്നും പേർ വിളിപ്പിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം ആ ജനത്തിന് കരുണയില്ലാത്തവരായിരുന്നു, ദൈവത്താൽ തള്ളിക്കളയപ്പെട്ടവരായിരുന്നു. പക്ഷേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആ ഒരു ദൈവത്തോടുള്ള ഉടമ്പടിയിൽ കന്യകാത്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ, ആ ഒരു വെർജിനിറ്റി വീണ്ടെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ എൻ്റെ ജനമായി മാറുന്നു. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കുമെന്ന ദൈവത്തിൻ്റെ ആ ഒരു കൽപ്പന അവിടെ ഉണ്ടാവുകയാണ്. നോക്കൂ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നാം എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം. പാപം കൊണ്ട് നിറഞ്ഞ ജീവിതമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നാം ഏത് മാർഗങ്ങളിൽ കൂടിയായിരുന്നാലും ശരി തന്നെ, നമ്മുടെ ഒരു ആത്മീയ വ്യവഹാരം എന്ന് പറയുന്നത് അത് ദൈവത്തോടു കൂടിയാവണം. അല്ലാത്ത സമയത്ത് നാം ദൈവത്തോടു കൂടി അല്ല എങ്കിൽ നമ്മൾ ആത്മീയമായി വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. നാം സഭയോടുകൂടിയായിരിക്കുന്നില്ല, അലസമായി വൃഥ സമയം കളയുന്നു, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, ദൈവചിന്തയിൽ സമയം മുഴുകുന്നില്ല. പകരം മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കുകയും അതിനുവേണ്ടി സമയം കൂടുതൽ കണ്ടെത്തുകയും അതിങ്ങനെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തോട് വ്യവഹരിക്കാതെ
പരസംഗം ചെയ്യുന്നവരായി മാറും. ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്ന് വേദപുസ്തകം നമ്മെ ഈ ഉദാഹരണത്തിലൂടെയും ഈ രൂപത്തിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബുധനാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. അവിടെ നമുക്ക് മറ്റൊരു ഉടമ്പടിയെക്കുറിച്ച് കണ്ടെത്താൻ കഴിയുകയാണ്. വിവാഹത്തിൽ നിന്നുള്ള മറ്റൊരു സാദൃശ്യത്തെ പറയുകയാണ്. ഇസഹാക്കും റബേക്കയും. ഒരുപക്ഷെ വേദപുസ്തക ചരിത്രമൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ പഠിക്കുമ്പോഴൊക്കെ ഏറ്റവും അധികം ആസ്വദിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വേദഭാഗങ്ങളിലെ കഥാപാത്രങ്ങളാണ് ഇസഹാക്കും റബേക്കയും ഒക്കെ. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുമൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്: നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അബ്രഹാം വളരെ വൃദ്ധനായി കഴിഞ്ഞ ശേഷമാണ്, നമുക്ക് ആ ചരിത്ര പശ്ചാത്തലമൊക്കെ അറിയാം. അബ്രഹാമിന് വളരെ താമസിച്ചാണ് ഇസ്ഹാക്കിനെ മകനായി കിട്ടുന്നത്, അല്ലേ? അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സ് കഴിയുമ്പോഴാണ് ഇസ്ഹാക്കിനെ മകനായി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ഹാക്കിൻ്റെ വിവാഹ സമയം എന്ന് പറയുന്നത് അബ്രഹാമിന് ഓടിച്ചാടി നടന്ന് മകനെ വിവാഹം കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം തൻ്റെ ദാസന്മാരിൽ കാര്യവിചാരകനായ മൂപ്പനായ ഒരുവനെ അരികിൽ വിളിച്ചിട്ട് പറയുകയാണ്: നീ ചെന്ന് കനാന്യരുടെ കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്ത് ചെയ്യുക? എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുത്തുകൊള്ളാമെന്ന് യഹോവയുടെ നാമത്തിൽ ചർച്ച. എന്താണ് ആ ഒരു സത്യം ചെയ്യിക്കലിൻ്റെ മർമ്മം എന്ന് പറയുന്നത്? എന്താണ് കനാന്യർക്ക് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത്? കനാന്യരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് ആത്മീയമായ പ്രശ്നമായിരുന്നു. അതൊരിക്കലും കനാന്യ ജനതയോടുള്ളൊരു അവഹേളനമോ അല്ലെങ്കിൽ കനാന്യരുടെ മതപരമായ ഒരു പ്രശ്നമല്ല, ദൈവശാസ്ത്രപരമായ പ്രശ്നമല്ല, ദേശീയമായ പ്രശ്നമല്ല എന്നൊക്കെയാണ് നമ്മുടെ ലേഖനം നമ്മോട് പറയുന്നത്. കനാന്യരുടെ മതപരമായ അഭ്യസനത്തെക്കുറിച്ചും സദാചാരപരമായ അധപ്പതനത്തെക്കുറിച്ചും അബ്രഹാമിന് അറിയാമായിരുന്നു. ആ അധപ്പതനത്തെക്കുറിച്ച് അബ്രഹാമിന് നല്ലവണ്ണം അറിയാമായിരുന്നതുകൊണ്ട് അവർ അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നതുകൊണ്ട് അവന് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ആരെ വേണമായിരുന്നു? മകന് ഒരു ഭാര്യയെ വേണമായിരുന്നു. അങ്ങനെ അബ്രഹാം കൽപ്പിച്ചത് പ്രകാരം അബ്രഹാമിൻ്റെ ആ ദാസനായ മനുഷ്യൻ അബ്രഹാമിൻ്റെ തുടയിൽ കൈവച്ച് അവനോട് സത്യം ചെയ്ത ശേഷം അവൻ്റെ മകന് ഭാര്യയെ അന്വേഷിച്ച് പോയി. അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ 15-ാമത്തെ വാക്യം 24-15. അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബഥുവേലിൻ്റെ മകളായ റബേക്കയെ ആർക്ക് ഭാര്യയായി തിരഞ്ഞെടുക്കുകയാണ്? ഇസ്ഹാക്കിന് ഭാര്യയായി ആ മനുഷ്യൻ തിരഞ്ഞെടുക്കുകയാണ്. റബേക്കയ്ക്ക് ഒരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. അവനെന്തായിരുന്നു പേര്? ലാബാൻ എന്നായിരുന്നു പേര് എന്ന് നമുക്കറിയാം. തുടർന്ന് അവിടെ നടക്കുന്ന ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ രഹസ്യമാണ് ദൈവം നമ്മോട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുരാതന ഇസ്രായേലിൻ്റെയും നൂറ്റാണ്ടുകളിലൂടെ നീളമുള്ള ക്രിസ്തീയ സഭയുടെയും പോലും കൂടുതൽ കഥയും ദൈവജനം ലോകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് പകരം ലോകത്തിലേക്കും അതിലെ അന്യദൈവങ്ങളിലേക്കും തെറ്റായ മതവിശ്വാസങ്ങളിലേക്കും വലിച്ചെറിയപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 24-57 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അവൻ അവിടെ ചെന്ന് റബേക്കയെ വിളിച്ച് അവളോട് നീ പുരുഷനോട് കൂടെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ കൂടെ പോവുകയും അങ്ങനെ തങ്ങളുടെ സഹോദരിയായ റബേക്കയെ അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നത് നമുക്ക്
കണ്ടെത്താൻ കഴിയും. അതിൻ്റെ 67-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൾ സ്നേഹമായി. ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു എന്നാണ് അവിടെ പറയുന്നത്. ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അബ്രഹാമിന് വേണ്ടി, അബ്രഹാമിലൂടെ ഇസ്ഹാക്കിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാക്കുന്ന, വിവാഹത്തിന് വേണ്ടി ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച അവിടെ പ്രധാനമായും ദൈവം അബ്രഹാമിന് നിർദ്ദേശിച്ച, അബ്രഹാമിൻ്റെ ബുദ്ധിയിൽ ദൈവം നിർദ്ദേശിച്ച കാര്യം, അബ്രഹാമിന് തോന്നിയത് മാത്രമല്ലോ, അബ്രഹാമിൻ്റെ ബുദ്ധിയിൽ ദൈവം അബ്രഹാമിന് തോന്നിച്ച കാര്യം എന്ന് പറയുന്നത്, കനാന്യരുടെ ദേശത്ത് നിന്ന് അവൾക്ക് ഇസഹാക്കിന് എന്തുണ്ടാവരുത്, ഭാര്യ ഉണ്ടാവരുത് എന്നാണ്. കാരണം അവർ അന്യദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്, അന്യവിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്, ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ അന്യദേവന്മാരെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന് അവന് ഇസഹാക്കിന് എന്തുണ്ടാവരുത്, ഭാര്യ ഉണ്ടാവരുത് എന്നാണ് അവിടെ ആഗ്രഹിക്കുന്നത്. നോക്കൂ, റബേക്ക ഇസ്ഹാക്കിൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തിരഞ്ഞെടുപ്പിലും ദൈവത്തിന് കൃത്യമായ ഇടപെടലുകളുണ്ട്. ഇവിടെ ലേഖൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അതേ, ദൈവം നാം അവനെ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മെ സ്നേഹിക്കുന്നു. അവൻ്റെ മണവാട്ടിയെ ദൈവത്തോടുള്ള സ്നേഹം ബലപ്പെടുത്തുവാൻ നമുക്ക് എന്തെല്ലാം തിരഞ്ഞെടുപ്പുകൾ എടുക്കണം, ഏത് സമയം ഏതെല്ലാം തിരഞ്ഞെടുപ്പുകൾ നമ്മെ എടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയും കൃത്യമായ നിർദ്ദേശം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകും. എപ്പോൾ നാം അവനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും കൃത്യമായിരിക്കും എന്നാണ് ഈ ഭാഗത്തിൽ, ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഇസഹാക്കിന് വേണ്ടിയിട്ടുള്ള അബ്രഹാമിൻ്റെ റബേക്കയുടെ തിരഞ്ഞെടുപ്പിലൂടെയും ദൈവം നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, വിവാഹത്തിൽ നിന്നുള്ള സാദൃശ്യങ്ങൾ എന്ന പാഠത്തിൻ്റെ വ്യാഴാഴ്ചത്തെ പാഠത്തേക്ക് വരുമ്പോൾ അവിടുത്തെ തലക്കെട്ട് ഇങ്ങനെയാണ്: മഹാവേശ്യ വിധിക്കപ്പെടുന്നു. നമുക്കറിയാം, അത്തരത്തിലൊരു കഠിനമായ പദം ദൈവം പ്രയോഗിച്ചിട്ടുള്ള വെളിപാട് പുസ്തകത്തിലാണ്. ബാബിലോൺ എന്ന മഹാവേശ്യ, രക്തം കൊണ്ട് നിറഞ്ഞവൾ, ചുവന്ന വസ്ത്രം ധരിച്ചവൾ, ക്രിസ്തുവിനെതിരായുള്ള വലിയ പോരാട്ടം നയിക്കുന്നവൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ജനങ്ങൾക്ക് മുമ്പിൽ രൂപം ആയി അവതരിച്ചവൾ. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, ദൈവത്തിന് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു വലിയ ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. നമ്മുടെ മനപാഠവാക്യം: പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. നോക്കൂ, തിരഞ്ഞെടുക്കപ്പെടുക, കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുക, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭാഗമാകുക, വലിയ പുരുഷാരത്തിൻ്റെ ഭാഗമാകുക, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ സകല ദാസന്മാരുടെയും കൂട്ടത്തിലാവുക, വലിയ ഇരമ്പത്തോടുകൂടി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്
വലിയവനായ ദൈവത്തിൻ്റെ നാമത്തെ ഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൻ്റെ ഭാഗം ആവുക. അതാണ് ഏറ്റവും ഭാഗ്യം. കാരണം തെറ്റിക്കുവാൻ വേണ്ടി, എങ്ങനെ തെറ്റിക്കുവാൻ വേണ്ടി? പരസംഗം ചെയ്ത് തെറ്റിക്കുവാൻ വേണ്ടി. പരസംഗം എന്താണെന്ന് നേരത്തെ നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, ദൈവത്തിനല്ലാതെ മറ്റൊന്നിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ, പിശാചിന് നിങ്ങൾ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നുവെങ്കിൽ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിന്ന് ആരാധിക്കുന്നുവെങ്കിൽ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് വെടിപൊട്ടിച്ചും തേങ്ങയടിച്ചും അതിനെ ആരാധിച്ചും അവിടെ പായസവും അതും ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ച് അതിൻ്റെ രുചി, അതിൻ്റെ ഗന്ധം, അതിൻ്റെ ഭക്തിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ പരസംഗം ചെയ്ത് വേശ്യാവൃത്തി ചെയ്തവരായി പിശാചിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരാകും. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ, അവൻ്റെ ന്യായവിധി നാളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, കയ്യിൽ കുരുത്തോലയും എന്തിക്കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി ദൈവനാമത്തെ മഹത്വീകരിക്കുന്ന മഹാപുരുഷാരത്തോടൊപ്പം, അവരുടെ ഇരമ്പത്തോടൊപ്പം നമ്മുടെ ശബ്ദം അവിടെ കേൾക്കും. വെളിപാട് 21:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ലേഖകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും. നോക്കൂ, ദുഃഖവും മുറവിളിയും കരച്ചിലും ഒന്നുമില്ലാത്ത ഒരു വിശുദ്ധ സാമ്രാജ്യത്തിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകലമാന കഷ്ടപ്പാടുകളെയും വേദനകളെയും ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട്, അവൻ്റെ സിംഹാസനത്തിൻ്റെ വലത് ഭാഗത്തിരുന്നു കൊണ്ട്, അവൻ്റെ ജീവൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി ദൈവത്തെ മഹത്വീകരിക്കുന്ന വലിയ സമൂഹത്തിനെയാണ് ദൈവത്തിന് ആവശ്യം. അവിടെയാണ് നമ്മുടെ ഉടമ്പടി, വിവാഹം എന്ന ഉടമ്പടി വയ്ക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞെടുത്ത് വരികയാണ്, വിവാഹം എന്ന ഉടമ്പടി അത് കേവലം മനുഷ്യർ തമ്മിൽ കൊടുക്കുന്ന ഒരു ഉടമ്പടി അല്ല, മറിച്ച് മനുഷ്യനും ദൈവവുമായുള്ള ഉടമ്പടിയാണ്. അതൊരു വിശുദ്ധമായ ഉടമ്പടിയാണ്. അത് മനുഷ്യർ ഭാര്യ ഭർത്താക്കന്മാരായി ചേർന്ന് നിന്നുകൊണ്ട് ആവേശത്തോടു കൂടെ ചെയ്യുന്ന ഒരു ഉടമ്പടി മാത്രമായി മാറുന്നില്ല, മറിച്ച് മനുഷ്യൻ താൻ ഒരു വിഗ്രഹത്തെയും ആരാധിക്കുകയില്ല എന്നും ഭൂമിയിലുള്ള യാതൊന്നിനെയും ആരാധിക്കുകയില്ല എന്നും ജീവനുള്ള ദൈവത്തിനെ മാത്രം ആരാധിക്കും എന്നുമുള്ള ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. നാം മറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ നാം പരസംഗം ചെയ്യുകയും നാം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരോട് ചേരുകയാണെങ്കിൽ നാം പരസംഗം ചെയ്യുന്നു. നാം അവനെ വിട്ടൊഴിഞ്ഞ് പാപത്തിലേക്ക്, നാശത്തിലേക്ക് ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് കിട്ടുന്ന അഗ്നിഗന്ധങ്ങളിലെ തീപ്പൊയ്കയിൽ വീഴുന്ന നാളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവരുടെ ജനമായും ഞാൻ അവരുടെ ദൈവമായും ഇരിക്കും. ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. 5-ാമത്തെ വാക്യം കൂടെ വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ്? ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവന് ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിനുള്ളവരാകുക, അതാണ് ദൈവം നമ്മോട് പറയുന്നത്. ആ ഒരു ഉടമ്പടിയാണ്, ആ ഒരു കരാറാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. ഭൗതികമായ യാതൊരു കരാറുകളെ
അവിടെ പ്രശ്നമല്ല. മറിച്ച് ദൈവത്തോട് വയ്ക്കുന്ന ആത്മീയമായ ആ ഒരു കരാറിന് നമ്മുടെ ജീവനോളം വിലയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വിശകലനമായ പഠനത്തിന് വേണ്ടി, വിശദമായ പഠനത്തിന് വേണ്ടി എൽ എൻ ജി വൈറ്റ് ദ ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 149 പുറത്തിൽ ഇങ്ങനെ പറയുന്നു: കനാവിലെ കല്യാണ വിരുന്ന് പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവാഹത്തിൻ്റെ രൂപകാലങ്കാരത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം, എന്നാൽ ആ വിവാഹം ആക്ഷരികമായിരുന്നു. വിരുന്നിനാവശ്യമായ കാര്യങ്ങൾ നൽകുവാൻ ക്രിസ്തുവിൻ്റെ വാക്കിന് കഴിഞ്ഞു. മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാനും അവൻ്റെ ആത്മാവിനെ പുതുതാക്കാനും നിലനിർത്തുവാനും ക്രിസ്തുവിൻ്റെ കൃപാദാനത്തിന് കഴിയുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികമായ വിവാഹം അല്ല ആത്മീകമായ വിവാഹം എന്ന് പറയുന്നത്. അതൊരു ദർശനമായി, അല്ലെങ്കിൽ മനുഷ്യൻ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണം, ദൈവവുമായുള്ള ഉടമ്പടിയുടെ അന്തസത്ത മനുഷ്യൻ ഉൾക്കൊള്ളണം എന്നുള്ളത് കൊണ്ട് ഭൗതികമായ ഒരു വിവാഹത്തിൻ്റെ ഉടമ്പടിയുടെ ദാർശനികതയെ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ദൈവവുമായുള്ള ഉടമ്പടിയുടെ പ്രാധാന്യത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. നാം ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുത്ത് ജീവിക്കുമ്പോൾ, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഭൂമിയിൽ മനുഷ്യനുണ്ടാകാവുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള വശീകരണങ്ങളിൽ നിന്നും, അല്ലേ, പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആര് വേണമെങ്കിലും വീഴ്ത്തിക്കളയും. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതുമാത്രമേ മനുഷ്യനോട് പറയുവാനുള്ളൂ. എൽ എൻ ജി വൈറ്റ് ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് പ്രവാചകന്മാരെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താത്ത ഒരു കാര്യവും ഇല്ല. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ എന്നേക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും ഒക്കെ ഉള്ളതാകുന്നു. ആമോസിൻ്റെ പ്രവചനം 3-4 വാക്യം. ഈ കാര്യങ്ങളൊക്കെയും പ്രാർത്ഥനയോടുകൂടെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സദൃശ്യങ്ങൾ, അല്ലേ, അലൂഷൻസ്, ഇമേജസ് ആൻഡ് സിംബൽസ്, ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്ന സൂചകങ്ങൾ, സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇവയൊക്കെ ചിന്തിക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ നമ്മൾ പാഠം പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നിരവധിയാണ്, രഹസ്യങ്ങൾ നിരവധിയാണ്, അർത്ഥങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കപ്പുറം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കുറേ സത്യങ്ങളുണ്ട്. അതൊക്കെ നാം ഉൾക്കൊള്ളുവാൻ ഈ പാഠഭാഗം മുഖാന്തരം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ വലിയ ദൈവമേ, കർത്താവേ, നിൻ്റെ വചനം ധ്യാനിക്കുവാനുള്ളതായ നല്ല അവസരം അങ്ങ് ദാനമായി നൽകിയതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തുന്നു. പിതാവേ, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അടിയങ്ങളെ പഠിപ്പിച്ചുവല്ലോ. പിതാവേ, ഇതൊക്കെയും ചുമക്കുവാനുള്ളതായ കരുത്ത് അടിയങ്ങളുടെ ചുമലിനുണ്ടോ എന്ന് അറിയില്ല, എങ്കിലും നിൻ്റെ കൃപ അടിയങ്ങൾക്ക് മതി. പിതാവേ, അങ്ങ് മേഘാടനായ നാൾ വരെയും ആ ദിവസത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 നാർത്തപാടി ആനന്ദത്തോടെ അങ്ങ് എതിരേൽപ്പാൻ, അങ്ങ് എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അടിയങ്ങൾ ഉൾക്കൊള്ളുവാൻ അങ്ങയുടെ വരുത്തുമാറാകണമേ. കേട്ട നിൻ്റെ ജനത്തിനെയും അനുഗ്രഹിക്കുമാറാകണമേ. ഏതിൻ ടി വി അനുഗ്രഹിക്കുമാറാകണമേ. ഇതിന് സഹായഹസ്തങ്ങളായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ലോകമെമ്പാടുമുള്ള അങ്ങയുടെ വിശ്വാസ സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കുകയും കാസൂക്ഷിക്കുകയും ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ ചോദിക്കുന്നു, പ്രിയ പിതാവേ. ആമേൻ.